എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ആശാപവറുടെ MPPT തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. നിയോൺ 860 എന്ന് പറഞ്ഞൊരു മോഡൽ, അതായത് നമ്മൾ മൾട്ടി വോൾട്ടേജ് ആയിട്ട് വരുന്ന 12, 24, 36, 48 4 വോൾട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രജിസ്റ്ററായിരുന്നു ഉപയോഗിക്കുന്നത്. അന്ന് ഞാൻ 12 വോൾട്ടിൻ്റെ രജിസ്റ്ററായിരുന്നു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് ആദ്യം ഫസ്റ്റിൽ ഒരു 6 വർഷം മുമ്പ്. പിന്നെ അത് ഞാൻ 24ലേക്ക് മാറ്റി. 24ലേക്ക് മാറ്റിയ സമയത്തും ആ MPPT തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് 48 മാറ്റി. ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 48 ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് അവിടെ പഴയ വേർഷനായ പഴയ സിസ്റ്റമായിരുന്നു. അത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് കൊണ്ടുപോയിട്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയ വേർഷനിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവരുടെ പഴയ വേർഷനിലെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് പുതിയ വേർഷനിലേക്ക് മാറ്റിയിട്ട് ഹാർഡ്വെയർ മാറ്റിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അതിന് ചെറിയൊരു ചിലവിൽ അത് അവർ നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയി നിൽക്കാൻ ആശാപവറിന്റെ പ്രൊഡക്റ്റുകൾക്ക് കഴിയുന്നുണ്ടെന്നുള്ള ഒരു മെച്ചം കൂടി നമുക്കുണ്ട്. കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇതുവരെ നമുക്ക് തകരാറുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നിലവിൽ അവരുടെ കറണ്ട് ബില്ലിന് കുറവാണെങ്കിലും അതേപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫ് ആദ്യം നമ്മൾ കൊടുത്തിരുന്ന പല MPPTകൾക്കും ഈ വെള്ളം പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് 3-4 സ്റ്റേജുകൾ ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം പറ്റുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കുറവാണ് പൊതുവെ. അപ്പോൾ നല്ല ലൈഫ് ബാറ്ററിക്ക് കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്ന റിവ്യൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാനിപ്പോൾ വെള്ളം വയ്ക്കുന്നുള്ളൂ. കാരണം ചാർജിങ് കറക്റ്റ് നടക്കുന്നുണ്ട്. ഇനി ഞാനത് എൻ്റെ ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററിക്ക്. അപ്പോൾ ആ ബാറ്ററി ഏകദേശം മാറുന്ന സമയം നോക്കിയിട്ട് ഞാൻ ലിഥിയം ബാറ്ററിയിലേക്ക് മാറാനാണ് താല്പര്യപ്പെടുന്നത്. ലിഥിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ MPPT തന്നെ ഉപയോഗിച്ചാൽ മതി.